കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണർ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ നാറ്റയിൽ ലഭിച്ച നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അതിൽ ലഭിച്ച സ്കോറും അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ +2 3 വർഷത്തെ ഡിപ്ലോമയ്ക്ക് ലഭിച്ച മാർക്കും നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിച്ചാൽ മാത്രമാണ് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നാളെ 3-ാം തീയതി രാത്രി 11:59 വരെ മാത്രമാണ് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരൊക്കെയാണോ കീമിൽ ആർക്കിടെക്ചറിന് അപേക്ഷ നൽകിയിട്ടുള്ളത് ആ കുട്ടികൾ മുഴുവനും എത്രയും പെട്ടെന്ന് കേരളത്തിലെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നാറ്റയുടെ സ്കോറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ +2 മാർക്കിൻ്റെ സ്കോറും കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കേരളത്തിലെ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കാരണം നിങ്ങളുടെ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷയുടെ മാർക്കല്ല, നിങ്ങൾ നാറ്റയിൽ എഴുതിയ സ്കോറും, നാറ്റയിൽ എലിജിബിൾ ആയിരിക്കണം, നാറ്റയിൽ എഴുതിയ സ്കോറും അതുപോലെ തന്നെ +2 മാർക്ക്, +2 അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമ ഇതിൽ ലഭിച്ച മാർക്കും തുല്യ പരിഗണന നൽകിയിട്ടാണ് 50-50 അല്ലെങ്കിൽ ശരിയായ തുല്യമായ രീതിയിൽ പരിഗണന നൽകിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ച് നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൽ പരിഗണിക്കുന്നതാണ്. ക്ലിയറായ PDF ആയിരിക്കണം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.